നമസ്കാരം, ശ്രീരാമാണ്. SPN സ്പീക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയ 5 വണ്ടികളുടെ വിശേഷങ്ങളായിട്ടാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് ചെറിയൊരു കാര്യം, നമ്മൾ വണ്ടി വിൽക്കുക മാത്രമല്ല, നമ്മൾ വണ്ടി ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യും. അപ്പം ആർക്കെങ്കിലും വണ്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ മെൻഷൻ ചെയ്യാം. അപ്പൊ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഇവാലുവേറ്റേഴ്സ് ഉണ്ട്, സോഴ്സിംഗ് ടീം ഉണ്ടാവും നമുക്ക്. അപ്പം ഇവാലുവേറ്റേഴ്സ് എന്നാണ് അവരെ പറയുക. അപ്പൊ ഇവാലുവേറ്റേഴ്സ് അവരുടെ അതായത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ടോ വണ്ടി എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ വന്നിട്ട് വണ്ടി കാണും. വണ്ടി കണ്ടിട്ട് ഞങ്ങളുടെ ഒരു എമൗണ്ട് ഞങ്ങൾ പറയും. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ വണ്ടി ഇങ്ങോട്ട് എടുക്കാം വിത്തിൻ 60 മിനിറ്റ്സ്, അതായത് ഒരു 1 അവർ. അല്ലെങ്കിൽ കമ്പനി പറയുന്നത് 1 അവർ ആണ്, പക്ഷെ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ എന്തായാലും എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് തരും. ബാക്കി ലീഗലി ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈ വണ്ടി ഞങ്ങളുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്ന ആളുകളും വിത്ത് ഡോക്യുമെന്റോട് കൂടിയാണ് വണ്ടി പർച്ചേസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഇൻ ഫ്യൂച്ചറിൽ യാതൊരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കമന്റ് ചെയ്യുക. വണ്ടിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിക്കാവുന്നുള്ളൂ. നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ വാട്സപ്പിൽ എല്ലാ സമയവും നമ്മൾ അവൈലബിൾ ആയിരിക്കും. 6 മണിക്ക് ശേഷം 7 മണിക്ക് ശേഷമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്തിടുക. കോൾ വിളിച്ചിട്ട് എടുത്തിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിട്ടാൽ മതി. വാട്സപ്പ് വഴി നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. 2017 ബലേനോ ആണ് നമ്മളുടെ ആദ്യത്തെ വണ്ടി. സിഗ്മയാണ് വേരിയന്റ് വരുന്നത്. 54,000 കിലോമീറ്റർ ആണ് വണ്ടി ടോട്ടലായിട്ട് ഓടിയിരിക്കുന്നത്. സിംഗിൾ RC ആണ്. നമ്മൾ 1 ഇയർ വാറണ്ടിയും അതേപോലെ തന്നെ 3 സർവീസും തരുന്ന വണ്ടിയാണ് എന്റെ പിറകിലുള്ളത്. നമുക്ക് വണ്ടിയുടെ എക്സ്റ്റീരിയറും ഇന്റീരിയറും എങ്ങനെയാണെന്നൊന്ന് നോക്കാം. KL 55 ആണ് വണ്ടി രജിസ്ട്രേഷൻ വരുന്നത്. KL 55 എന്ന് പറയുമ്പോൾ തിരൂരാണ് രജിസ്ട്രേഷൻ വരിക. സിഗ്മ ആണ്, പറഞ്ഞ പോലെ തന്നെ സിഗ്മയാണ് വേരിയന്റ് വരുന്നത്. സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല ബോഡിക്കകത്ത്, എല്ലാം ഓക്കെയാണ്. പക്ക വണ്ടി. റീപെയിന്റ് ചെയ്യാനോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളും റീപെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല. വണ്ടിയുടെ മുകളിൽ മഴ കൊണ്ടതിന്റെ ഒരു ഇങ്ങനെ ചളി ഒലിച്ചിറങ്ങിയതിന്റെ കുറച്ച് പാടുകൾ കാണാനുണ്ട്, അത്രേ ഉള്ളൂ. അത് നമ്മൾ വാഷ് ചെയ്ത് പോളിഷ് ചെയ്യുമ്പം തന്നെ എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആവും. സൈഡ് ബീഡിങ്ങും അതേപോലെ തന്നെ റെയിൻ ഗാർഡ് ഒന്നും വണ്ടിക്കകത്തില്ല. നമ്മൾ വണ്ടി ഓക്കെ ആവുകയാണെങ്കിൽ ഒരു ആക്സസറീസ് ഓഫർ എന്നുള്ള രീതിയിൽ നമുക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ റെയിൻ ഗാർഡും അതേപോലെ തന്നെ സൈഡ് ബീഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഇന്റീരിയർ ഒന്ന് നോക്കാം. വണ്ടിയുടെ ഇന്റീരിയർ എല്ലാം ഭയങ്കര നല്ല നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവറെല്ലാം നല്ല സീറ്റ് കവർ തന്നെയാണ്. ലെതറിന്റെ സീറ്റ് കവറാണ്. പിന്നിപ്പോവുക അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഡ്രൈവർ സീറ്റിൽ ചെറുതായിട്ടൊന്ന് പിന്നിപ്പോയതായി കാണുന്നുണ്ട്, പക്ഷെ അതൊന്നും അത്ര വലിയൊരു സംഭവമൊന്നുമല്ല, ചെറുതായിട്ടേ ഉള്ളൂ. സ്റ്റീരിയോ അവൈലബിൾ അല്ല. സിഗ്മയിൽ സ്റ്റീരിയോ അവൈലബിൾ അല്ല. കസ്റ്റമർ പുറത്തുനിന്ന് വെച്ചിട്ടുണ്ട് സ്റ്റീരിയോ. പിറകുവശവും സെയിം ആണ്, പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. താഴെ മാറ്റില്ല വണ്ടിക്കകത്ത്, ശ്രദ്ധിക്കാം. മാറ്റില്ല. മാറ്റ് നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ആസ് എൻ ആക്സസറീസ് ഒരു ഓഫർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. പറഞ്ഞ പോലെ തന്നെ സ്റ്റീരിയോ കസ്റ്റമർ പുറത്തുനിന്ന് ചെയ്യിച്ചതാണ്. സ്റ്റീരിയോ വർക്കിംഗ് ആണ്, ഞാൻ നോക്കി, ഒന്നും പ്രശ്നമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ടയർ അത്ര ഒരു നല്ല ടയറല്ല, ഒരു ഏവറേജ് ടയറേ ഉള്ളൂ. ഒരു 5,000 കിലോമീറ്റർ ഓടാനുള്ള ടയറേ ഉള്ളൂ. 4 ടയറും സെയിം കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. MRFന്റെ ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, 4 എണ്ണം. എഞ്ചിൻ റൂം നല്ല നീറ്റാണ്. ഡീസലാണ് വണ്ടി, പെട്രോൾ അല്ല, ഡീസലാണ്. മാരുതി ഡീസൽ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ മാരുതിയുടെ ഡീസൽ വണ്ടികൾക്കൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്. മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ട് ഡീസൽ വണ്ടികൾക്ക്. അത്യാവശ്യം വലിയ ബൂട്ട് തന്നെയാണ് വരുന്നത്. സ്റ്റെപ്പിനി സെയിം ആസ് ഇറ്റ് ഈസ്, ഞാൻ നേരത്തെ കാണിച്ച അതേ കണ്ടീഷനിൽ തന്നെയാണ് സ്റ്റെപ്പിനി ഉള്ളത്. പാഴ്സൽ ട്രേ ഓൾറെഡി അവൈലബിൾ ആണ്. നല്ലൊരു ഡിസൈൻ ആണ് ബലേനോന്റെ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ബലേനോടത്. മെഴ്സിഡീസ് ബെൻസ് ആണ് ഈ ഡിസൈൻ ചെയ്തത്. മെഴ്സിഡീസ് ബെൻസിന്റെ അടുത്ത് നിന്നാണ് മാരുതി സുസുക്കി എടുക്കുന്നത് ഈ ഡിസൈൻ. അതിനുശേഷം ടൊയോട്ട
വാങ്ങി. ടൊയോട്ട വാങ്ങിയതിനു ശേഷം ഗ്ലാൻസ വന്നു. അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ബലെനോടത്. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി ഇത്രയും ക്ലിക്ക് ആവാനുള്ള ഒരു കാരണവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2017 ബലെനോ സിഗ്മയെ കുറിച്ച് പറയാനുള്ളത്. നമ്മളിതിന് വില ചോദിക്കുന്നത് 5.75 നെഗോഷ്യബിൾ ആണ്. നമുക്ക് മാക്സിമം സംസാരിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമുക്ക് നോക്കാം. അത് നമ്മൾ മാനേജേഴ്സുമായിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാനേജേഴ്സുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് എത്ര വരെ പോകുന്നുള്ളത് നമുക്ക് നോക്കാം. വണ്ടി ഓടിയിരിക്കുന്ന 54,000 കിലോമീറ്റർ ആണ്. അപ്പം അധികം ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം ഓക്കെയാണ്. 1 ഇയർ വാറണ്ടി തരുന്നതുകൊണ്ട് തന്നെ എഞ്ചിൻ വാറണ്ടി, സസ്പെൻഷൻ, അതേപോലെ ഗിയർ ബോക്സ് എന്ത് ഇഷ്യൂസ് വന്നാലും നമുക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. 2017 ബലെനോ RSന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 2014 നമ്മൾ നേരത്തെ 2017 സിഗ്മയാണ് കാണിച്ചത്. ഇത് RS ആണ്. RS എന്ന് പറയുന്ന സമയത്ത് നോർമൽ വണ്ടിയേക്കാളും കുറച്ചുകൂടി പവർ കൂടുതലായിരിക്കും. കാരണം ടെർബോ എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടെർബോ വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് പവർ കൂടുതലായിരിക്കും ഈ വണ്ടിക്ക്. 1000cc വണ്ടി തന്നെ ആണെങ്കിലും അത്യാവശ്യം നല്ല പവർ വണ്ടിക്കകത്ത് ഉണ്ടാവും. ഈ വണ്ടി സിംഗിൾ RC ആണ്. അതേപോലെ തന്നെ 40,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ഇൻഷുറൻസ് വരുന്നത് അടുത്ത കൊല്ലം 2021 മാർച്ച് വരെ ഇൻഷുറൻസ് വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട്. ബാക്കി നമ്മളുടെ വണ്ടിയുടെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. KL11 കോഴിക്കോടാണ് രജിസ്ട്രേഷൻ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ്. പക്ഷെ ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും വണ്ടിക്ക്. RS എന്ന് പറയുമ്പോൾ ഗ്രില്ല് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ താഴെ ബമ്പറിന്റെ താഴെയുള്ള സ്കേറ്റിംഗ് അത് നോർമൽ ബലെനോയ്ക്ക് ഇല്ല, RSന് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ചെറുതായിട്ട് ക്രോം ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ചെറിയൊരു വ്യത്യാസം ഡിസൈനിൽ വരുന്നുണ്ട്. പിന്നെ RS എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ തന്നെയാണ്. അതായത് RS എന്ന് പറയുന്ന ടെർബോ എഞ്ചിൻ വരുന്ന ഒരൊറ്റ വണ്ടി തന്നെ ഉള്ളൂ, അത് RS ആണ്. അത് ബലെനോയില് നോർമൽ ബലെനോ ആകുമ്പോൾ അതിൽ ആൽഫയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിന്റെ അകത്ത് ഉണ്ടാവും. ആൽഫ എന്ന് പറയുന്നത് നോർമൽ ബലെനോയില് ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഈ ഫുൾ ഓപ്ഷനിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിന്റെ അകത്ത് ഓൾറെഡി ഉണ്ടാവും. സ്ക്രാച്ചസ് ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും കാണില്ല. ബാക്കിലെ ബമ്പറിന്റെ മുകളിൽ ചെറുതായിട്ട് കുറച്ച് സ്ക്രാച്ചസ് കാണുന്നുണ്ട്. അതല്ലാതെ ഇപ്പോ വേറെ സ്ക്രാച്ചസ് ഒന്നും ഞാൻ കാണുന്നില്ല. ഞങ്ങളായിട്ട് റീപെയിന്റ് ചെയ്തിട്ടും ഇല്ല വണ്ടി. അത്യാവശ്യം നല്ല വൃത്തി വണ്ടിക്കകത്തുണ്ട്. നിങ്ങൾക്കിത് നോക്കിയാൽ കാണാം, സ്കേറ്റിങ്ങിന്റെ മുകളിൽ ചെറിയൊരു പൊട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ തന്നെ ശരിയാക്കി തരും. സംഭവം ഇപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനമൊന്നും വരുന്നില്ല. കാരണം ലോക്ക്ഡൌൺ ഇഷ്യൂ കാരണം സാധനങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് മാറ്റാതെ അതുപോലെ തന്നെ വെച്ചിരിക്കുന്നത്. നമ്മളത് ശരിയാക്കി തരും. ഇതാ ഞാൻ പിറകിലെ ബമ്പറിന്റെ മുകളിലുള്ള സ്ക്രാച്ച് എന്ന് പറഞ്ഞത്. പിന്നെ ഒരു സ്ക്രാച്ച് കൂടി ഉള്ളത് വീഡിയോയിൽ ക്ലിയർ ആണോ എന്നുള്ള അറിയില്ല. ചെറിയൊരു സ്ക്രാച്ച് ഇതാ ഇവിടെ കാണുന്നുണ്ട്. അത്രേന് സ്ക്രാച്ച് എന്ന് പറയാൻ മാത്രം ഉള്ളൂ. ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട്, പ്രശ്നങ്ങളൊന്നും തോന്നില്ല. സീറ്റ് കവർ ഇല്ല. സീറ്റ് കവർ ചെയ്താൽ കുറച്ചുകൂടി വൃത്തിയാവും. ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ ഓപ്ഷൻസും വണ്ടിക്കകത്തുണ്ട്. സ്റ്റീരിയോ ഉണ്ട്, സ്റ്റിയറിംഗ്, ഓഡിയോ കൺട്രോൾസ് ഉണ്ട്, അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ക്യാമറ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട്. പിറകുവശവും പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തിയുണ്ട്, പ്രശ്നമൊന്നും തോന്നുന്നില്ല, എല്ലാം ഓക്കെയാണ്. LED സ്ക്രീനാണ് ഡിസ്പ്ലേ വരുന്നത്. എല്ലാം ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഇന്റീരിയർ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. ABS, EBD, എയർ ബാഗ്, അങ്ങനത്തെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ എല്ലാം ഉണ്ട്. ഫ്രണ്ടിലുള്ള ടയർ രണ്ടെണ്ണവും പുതിയ ടയറാണ്, നമ്മൾ തന്നെ മാറിയതാണ്. ജാക്ക ടയറിന്റെ ടയറാണ് വരുന്നത്. പിറകിലെ ടയർ മോശമാണ്. എന്തായാലും എടുത്തു കഴിഞ്ഞാൽ 2000 അല്ലെങ്കിൽ 3000 കിലോമീറ്റർ ഓടാനുള്ള ടയറേ ഉണ്ടാവുകയുള്ളൂ. അലോയ് വീലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിക്കുള്ളത് പോലെ തന്നെ സെയിം കമ്പനി അലോയ് വീൽ തന്നെയാണ് വരുന്നത്. എഞ്ചിൻ റൂം നല്ല വൃത്തിയുണ്ട്. പെട്രോൾ എഞ്ചിനാണ്. ഞാൻ പറഞ്ഞില്ലേ, ടർബോ വരുന്ന ഇത് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെയാണ് ബൂസ്റ്റർ ജെറ്റ് എന്ന എഞ്ചിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് കാണാം. കുറ്റിപ്പൊട്ട് റീപ്ലേസ്മെന്റ് അങ്ങനെയൊന്നും വണ്ടിക്കകത്തില്ല. സ്റ്റെപ്പിനി നല്ല അടിപൊളി സ്റ്റെപ്പിനെയാണ്, യൂസ് ചെയ്യാത്ത സ്റ്റെപ്പിനെയാണ്. ബാക്കിൽ 2 ടയർ മോശമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ 2 ടയറിലേക്ക് ഒരു ടയർ നമുക്കിത് യൂസ് ചെയ്യാം. ബൂട്ട് സ്പേസ് ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ബലെനോയിൽ, നോർമലി ഉള്ളത് പോലെ തന്നെ. 635 നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത്, റേറ്റ് ചോദിക്കുന്നത്. ടെർബോ എഞ്ചിൻ ആയതുകൊണ്ടാണ് കുറച്ചുകൂടി എമൗണ്ട് കൂടിയത്. കാരണം 2017 നമ്മൾ 5 സംതിങ്ങേ പറഞ്ഞുള്ളൂ. ഇത് 6 സംതിങ് വരുന്ന ടെർബോ എഞ്ചിൻ ആയതുകൊണ്ടാണ്.
പുതിയ വണ്ടി വരുമ്പോഴും ടർബോ എഞ്ചിൻസിന് കുറച്ച് വില കൂടുതലായിരുന്നു. മൈലേജ് കുറച്ച് കുറയും. മറ്റുള്ള വണ്ടി അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് കുറച്ച് മൈലേജ് കുറയും, കാരണം പവർ കൂടുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ബലനോ മാത്രമല്ല, ബാക്കി സ്വിഫ്റ്റ് ഒക്കെ RS എന്ന് പറയുന്ന ഒരു വേരിയന്റ് വരുന്നുണ്ട്. ബൂസ്റ്റർ എഞ്ചിനായിട്ട് ടർബോ എഞ്ചിൻ വരുന്നൊരു മോഡൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോ ഈ ഒരു RS-നെ കുറിച്ച് പറയാനുള്ളത്. 2017 ബലനോ RS-നെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത വണ്ടി ഏതാണെന്ന് നോക്കാം. 2016 സ്വിഫ്റ്റ് ഡിസയർ LXi ഓപ്ഷണൽ ആണ് നമ്മളുടെ അടുത്ത വണ്ടി. സിംഗിൾ RC ആണ് വണ്ടി. 17,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. വളരെ ഓട്ടം കുറവാണ്. പിന്നെ നമ്മളുടെ ബാക്കി ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് നെക്സ്റ്റ് ഇയർ ജനുവരി വരെ ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട്. ബാക്കി നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെയാണ് വണ്ടി. KL11 നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ. കോഴിക്കോട് രജിസ്ട്രേഷൻ മാത്രം ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സ് ഒരുപാട് അവരുണ്ട്. സിൽവർ ആണ് കളറ്. വണ്ടി അധികം ഓടിയിട്ടില്ല. അതിന്റെ ഒരു വൃത്തി എന്തായാലും വണ്ടിക്കകത്ത് ഉണ്ടാവും. തട്ട് മുട്ട് അല്ലെങ്കിൽ സ്ക്രാച്ച് അങ്ങനെ ഒന്നും വണ്ടിക്കകത്ത് ഞാൻ കാണുന്നില്ല. അപ്പുറം സൈഡ് ഞാൻ ചെറുതായിട്ടൊരു ചളുക്കം കണ്ടു, പക്ഷെ അതും അത്ര വേഗം അറിയൊന്നുമില്ല. നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാനായിട്ട്. പോറലൊന്നും സംഭവിച്ചിട്ടില്ല. LXi ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ രണ്ട് LXiയും LXi ഓപ്ഷണൽ വ്യത്യാസം വരുന്നത് രണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തെങ്കിലും കൂടുതൽ ഉണ്ടാവും. കസ്റ്റമറിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ആയിരിക്കും കസ്റ്റമർ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ അതിലുള്ളത്. വീൽ കപ്പ് വണ്ടിക്കകത്തില്ല. വീൽ കപ്പ് കൂടി ഉണ്ടെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ആക്സസറീസ് ഓഫർ എന്നുള്ള രീതിയിൽ ചെയ്യാം. ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയുണ്ട്. കാരണം അധികം യൂസ് ആയിട്ടില്ല. അപ്പൊ എന്തായാലും അതിന്റേതായ വൃത്തി ഓൾറെഡി ഇതിന്റെ അകത്ത് ഉണ്ടാവും. കാണാൻ നല്ല വൃത്തിയുണ്ട്. ബാക്ക് സൈഡും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവറൊന്നും ഒന്നും ആയിട്ടില്ല. പുതിയ സീറ്റ് കവർ ഇട്ടതുപോലെ തന്നെ ഉണ്ട്. LXi ഓപ്ഷണലിന് ശരിക്കും ബാക്ക് സൈഡ് പവർ വിൻഡോ ഉണ്ടാവില്ല. പക്ഷെ അത് കസ്റ്റമർ ഓൾറെഡി പവർ വിൻഡോ ചെയ്യിച്ചിട്ടുണ്ട്. റിവേഴ്സ് ബാക്കിലും പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. രണ്ട് ഡോറും പവർ വിൻഡോ തന്നെയാണ്. പവർ വിൻഡോ എക്സ്ട്രാ ചെയ്യിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ബട്ടൺസേ ഉണ്ടാവുള്ളൂ. ഡ്രൈവർ സീറ്റിലിരുന്ന് ഒരു ഡ്രൈവറിന് പിറകിലുള്ള വിൻഡോസ് ഒന്നും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ടിലെ ആ ഒരു പവർ വിൻഡോ മാത്രമേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എക്സ്ട്രാ ചെയ്യിച്ചാലുള്ള ചെറിയൊരു ഇഷ്യൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പവർ വിൻഡോ ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ ഇരുന്ന് തിരിച്ചിങ്ങനെ കയറ്റേണ്ട ആവശ്യം വരുന്നില്ല. സ്റ്റീരിയോ കസ്റ്റമർ എക്സ്ട്രാ ഒരു നല്ലൊരു സ്റ്റീരിയോ തന്നെ വെച്ചിട്ടുണ്ട്. സോണിയുടെ സ്റ്റീരിയോ ആണ്. അത്യാവശ്യം നല്ല വിലയുള്ള സ്റ്റീരിയോ തന്നെയാണ്. അത്യാവശ്യം നല്ല സ്റ്റീരിയോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് വണ്ടിക്കകത്തില്ല. മാറ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ടയർ 4 എണ്ണം അടിപൊളി ടയർ തന്നെയാണ്. നല്ല കട്ടുള്ള ടയറാണ്. ഒരു ഇഷ്യൂസും ഇല്ല. ബ്രിഡ് സ്റ്റോണിന്റെ ടയർ തന്നെയാണ്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ അതിന്റേതായ ടയർ കണ്ടീഷൻ എന്തായാലും ഉണ്ടാവും. എഞ്ചിൻ റൂം ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. പെട്രോൾ ആണ് വണ്ടി. കൊച്ചിപ്പൊട്ട റീപ്ലേസ്മെന്റ് അങ്ങനൊന്നുമില്ല. ചേസ് ബെൻഡ് ആവുക അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി പുതിയ ബാറ്ററി തന്നെയാണ്. 2019 മാനുഫാക്ചറിംഗ് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നല്ല സ്പേസ് ഉണ്ട്. സ്റ്റെപ്പിനി യൂസ് ചെയ്യാത്ത സ്റ്റെപ്പിനിയാണ് എടുത്തിട്ടില്ല ഇതുവരെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ LXi ഓപ്ഷണൽ 2016 മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. സിൽവർ ആണ് വണ്ടി കളർ വരുന്നത്. സിംഗിൾ RC ആണ്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇൻഷുറൻസ് അടുത്ത ജനുവരി വരെ ഉണ്ട്. പിന്നെ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 5,10 ആണ്. 5,10,000 രൂപയാണ് നമ്മൾ റേറ്റ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. അത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് നോക്കാം. വണ്ടി കാണാൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. 2012 സ്വിഫ്റ്റ് VDI ആണ് നമ്മൾ അടുത്ത വണ്ടി. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 48,000 കിലോമീറ്റർ ആണ്. സിംഗിൾ RC ആണ് വണ്ടി. ഇൻഷുറൻസ് വരുന്നത് അടുത്ത കൊല്ലം, അതായത് 2021 ഏപ്രിൽ വരെ ഇൻഷുറൻസ് ഫുൾ കവർ തന്നെ ഓൾറെഡി വണ്ടിക്കകത്തുണ്ട്. ബാക്കി വണ്ടിയുടെ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. KL18 വടകര രജിസ്ട്രേഷൻ ആണ് വണ്ടി. സ്ക്രാച്ചസ് ആയിട്ടൊന്നും വലിയ സംഭവമായിട്ടൊന്നും കാണുന്നില്ല. 2012 ആണ് മോഡല്. VDI ആണ്, ഡീസലാണ്.
വീൽ കപ്പ് ഓൾറെഡി ഉണ്ട്, പക്ഷെ അത്ര വൃത്തിയുള്ള ഒരു വീൽ കപ്പ് ഒന്നുമല്ല. റീപെയിന്റ് എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ബമ്പർ അല്ലെങ്കിൽ ബാക്ക് ബമ്പർ എന്തോന്ന് നമ്മൾ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ. വേറെ സ്ക്രാച്ചസ് ആയിട്ടൊന്നും കാണുന്നില്ല. ഇപ്പോ VDI എന്ന് പറയുന്ന സമയത്ത് ബാക്കിൽ വൈപ്പറും അല്ലെങ്കിൽ ഡിഫോഗറും ഒക്കെ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ട് സൈഡും ക്ലീൻ ആണ്, സ്ക്രാച്ചസും കാര്യങ്ങളൊന്നുമില്ല. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് വണ്ടി. കാരണം 2012 മോഡൽ വണ്ടി ഇത്രയും വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നമുക്ക് മാർക്കറ്റിൽ കുറവാണ്. പിന്നെ 48,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ RC വണ്ടിയല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു വൃത്തി എന്തായാലും ഉണ്ടാവും. ഇന്റീരിയർ നോക്കാം. സീറ്റ് കവർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. ഇന്റീരിയർ ബ്ലാക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കസ്റ്റമർ അങ്ങനെ ചൂസ് ചെയ്തത്. നല്ല രസമുണ്ട്, പക്ഷെ നല്ല ഒരു വെറൈറ്റി കളർ ആയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ചളി പിടിക്കും. വൈറ്റിന്റെ ഒരു പ്രശ്നം അതാണ്. വൈറ്റ് കളർ ഷർട്ടായാലും ശരി, സീറ്റ് കവർ എല്ലായാലും ശരി, പെട്ടെന്ന് ചളി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിറകുവശവും അതേപോലെ തന്നെയാണ്, നല്ല വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ചളി കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല വണ്ടിക്കകത്ത്, ഓക്കെയാണ്. 4 ഡോർ പവർ വിൻഡോ അവൈലബിൾ ആണ്. സ്റ്റീരിയോ കസ്റ്റമർ എക്സ്ട്രാ ചെയ്യിച്ചിട്ടുണ്ട്. സ്റ്റീരിയോ ശരിക്ക് ഇപ്പത്തെ VDI വണ്ടികളിലെല്ലാം കമ്പനി ബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് സ്റ്റീരിയോ വന്നിട്ടുണ്ടായിരുന്നില്ല VDI വേരിയന്റിൽ. ഒരു ആവറേജ് ടയറാണ് വരുന്നത്, ബ്രിഡ് സ്റ്റോണിന്റെ ടയറാണ്. 4 ടയറും ഇതേ കണ്ടീഷൻ തന്നെയാണ് ഉള്ളത്. എഞ്ചിൻ റൂം എല്ലാം കാണാൻ നല്ല വൃത്തിയുണ്ട്. ഡീസൽ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ്, കുറ്റിപൊട്ട അല്ലെങ്കിൽ ചേസ് ബെൻഡ് അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളിലുള്ള സ്റ്റെപ്പിനി എന്ന് പറയുന്നതും ആവറേജ് തന്നെയാണ്. ഞാൻ നേരത്തെ കാണിച്ച അതേ ടയറിന്റെ കണ്ടീഷൻ തന്നെയാണ്. ബൂട്ട് സ്പേസ് ഒക്കെ നല്ല വൃത്തിയുണ്ട്. അങ്ങനെ വൃത്തികേടായിട്ടൊന്നുമില്ല, അലമ്പായിട്ടൊന്നുമില്ല. റിവേഴ്സ് പാർസൽ ട്രേ ഉണ്ട് വണ്ടിക്കകത്ത്. ഒരു റെയിൻ ഗാർഡും ആ വീൽ കപ്പ് ഒന്ന് മാറ്റി ഒരു പുതിയ വീൽ കപ്പ് ഇടുകയാണെങ്കിൽ വണ്ടി കാണാൻ നല്ല ക്ലൂസ് ആവും, നല്ല വൃത്തി ഉണ്ടാവും വണ്ടി കാണാനായിട്ട്. പിന്നെ ഇതിന്റെ നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 365 നെഗോഷ്യബിൾ ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മൾ ബാക്കിയുള്ള എല്ലാ വണ്ടി നമ്മൾ ഇതിനു മുന്നേ കാണിച്ച വണ്ടികളെല്ലാം തന്നെ വാറണ്ടി ഉള്ള വണ്ടികളായിരുന്നു. പക്ഷെ ഈ വണ്ടിക്ക് വാറണ്ടി ഞങ്ങൾ തരുന്നില്ല. കാരണം 2012 മോഡൽ ആയതുകൊണ്ടാണ്. 7 വർഷത്തിനുള്ളിലുള്ള വണ്ടികൾക്കാണ് വാറണ്ടി ലഭിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വിഫ്റ്റ് VDIയെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത വണ്ടി ഏതാണെന്നൊന്ന് നോക്കാം. 2018 ഈക്കോയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈക്കോ AC ആണ്, 5 സീറ്റർ AC ആണ് വണ്ടി. 15,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ, വളരെ ഓട്ടക്കുറവാണ്. പിന്നെ സിംഗിൾ RC ആണ് വണ്ടി വരുന്നത്. ഇൻഷുറൻസ് നിങ്ങൾക്ക് അടുത്ത കൊല്ലം ഫെബ്രുവരി വരെ ഇൻഷുറൻസ്, ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട്. നമുക്ക് വണ്ടിയുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. KL10 മലപ്പുറം ആണ് രജിസ്ട്രേഷൻ വരുന്നത്. വണ്ടിന് മുകളിൽ ഒരുപാട് ആക്സസറീസ് കയറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ല് കയറിയിട്ടുണ്ട്, താഴെ സ്കാറ്റിംഗ് കയറിയിട്ടുണ്ട്, മുകളില് കാരിയർ കയറിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം എല്ലാ ആക്സസറീസും ഈ വണ്ടിയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പോയിലർ ചെയ്തിട്ടുണ്ട്. ബാക്കിലെ ബമ്പറിൽ സ്റ്റീലിന്റെ ബമ്പർ ചെറിയ സംഭവം കയറിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസിന്റെ മുകളിലും ബ്രേക്ക് ലൈറ്റിന്റെ മുകളിലും ഒക്കെ ക്രോം ചെയ്യിച്ചിട്ടുണ്ട്. കാണാൻ നല്ല വൃത്തിയുണ്ട് വണ്ടി. അങ്ങനെ പോറലോ അല്ലെങ്കിൽ സ്ക്രാച്ചസോ അങ്ങനെ ഒന്നും വണ്ടിക്കകത്ത് ഞാൻ കാണുന്നില്ല. ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ്. ആക്സസറീസ് ഒരുപാട് കയറി. റെയിൻ ഗാർഡ് ഉണ്ട്, വീൽ കപ്പ് ഉണ്ട്, എല്ലാം കയറിയിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഉണ്ട്, ഫ്രണ്ടിൽ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല ആക്സസറീസ് കയറിയിട്ടുണ്ട് വണ്ടിക്കകത്ത്. എല്ലാത്തിനും ആക്സസറീസിനെല്ലാം കൂടെ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് ആയി കാണും. ഇന്റീരിയർ നോക്കാം. ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവർ ചെയ്യിച്ചിട്ടുണ്ട്. യെല്ലോ കളർ സീറ്റ് കവർ ആണ്, നല്ല വൃത്തിയുണ്ട് കാണാൻ. സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ എല്ലാം തന്നെ വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട്. ഈക്കോ കൂടുതലും ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുക. പക്ഷെ ഈ വണ്ടിയുടെ ഒരു ഇത് കണ്ടിട്ട് എന്തായാലും പേഴ്സണലായിട്ട് യൂസ് ചെയ്ത മാതിരി തന്നെ തോന്നുന്നുണ്ട്. കാരണം എല്ലാ ആക്സസറീസും വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട് അവര്. സ്റ്റീരിയോ വണ്ടിക്കകത്തില്ല. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കസ്റ്റമർ അയച്ചെടുത്താണ്. പുതിയ വണ്ടി എടുത്ത സമയത്ത് പുള്ളിക്കാരൻ അയച്ചെടുത്താണ് അവനാണ് സാധ്യത.
5 സീറ്ററാണ് വണ്ടി. ബാക്കിലെ സീറ്റും നല്ല വൃത്തി ഉണ്ട്. അതിന്റെ മുകളിലൊന്നും ഒരു പ്രശ്നമില്ല. ഇക്കോ അറിയാലോ എല്ലാവർക്കും, ബൂട്ട് സ്പേസ് നല്ല അവൈലബിൾ ഉണ്ടാവും. വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു ക്ലിയറൻസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് 8 സീറ്റ് ആക്കി മാറ്റാനും പറ്റും. നല്ലൊരു ഗുഡ് കാരിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം ഒരുപാട് ഗുഡ്സ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും വണ്ടീന്റെ അകത്ത്. നല്ല ടയർ തന്നെയാണ്. എങ്ങനെയായാലും 10,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ ഉണ്ട്. 4 ടയറും ഇതേമാതിരി തന്നെയാണ്. സ്റ്റെപ്പിനി നമുക്ക് നോക്കാൻ പറ്റില്ല, കാരണം സ്റ്റെപ്പിനി അടിയിലാണ്. എന്തായാലും സ്റ്റെപ്പിനി യൂസ് ചെയ്തിട്ടില്ല. സെയിം ആ ഒരു പുതിയ കണ്ടീഷനിൽ തന്നെയാണുള്ളത്. സിയാറ്റിന്റെ ടയറാണ് 4ഉം കൊടുത്തിരിക്കുന്നത്. ബോണറ്റാണ്. ഈക്കോ എഞ്ചിൻ ഫ്രണ്ടിലല്ല ഉണ്ടാവുക, ഡ്രൈവർ സീറ്റിന്റെ അടിയിലാണ് എഞ്ചിൻ ഉണ്ടാവുക. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബോണറ്റ് തുറക്കുമ്പോൾ എഞ്ചിൻ നമുക്ക് കാണാൻ പറ്റില്ല ഈക്കോയില്. ഡ്രൈവർ സീറ്റിന്റെ അടിയിലായിട്ട് ഇങ്ങനെ ഒരു ക്ലാപ്പ് ഉണ്ടാവും. അത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് തുറക്കാൻ പറ്റും. അങ്ങനെ ഡ്രൈവർ സീറ്റ് ഇങ്ങനെ നമുക്ക് പൊക്കി കഴിഞ്ഞാൽ അതിന്റെ അടിയിലായിട്ട് നമുക്ക് എഞ്ചിൻ കാണാം. ഇതാണ് എഞ്ചിൻ. ഇവിടെയാണ് ശരിക്ക് ഈക്കോക്ക് എഞ്ചിൻ ഉണ്ടാവുക. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല ഈക്കോക്ക്. ഈക്കോ, ഒമിനി രണ്ടെണ്ണത്തിനും പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. AC മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഈക്കോയില് മാത്രമേ AC വരുന്നുള്ളൂ, ഒമിനിയിൽ ഉണ്ടാവില്ല. മാരുതിയുടെ മിനി വാൻസിൽ ഒന്നും തന്നെ പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. നല്ല വെയിലാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈക്കോ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 4,15 വാറന്റി ഉള്ള വണ്ടി തന്നെയാണ്. 1 ഇയർ വാറന്റി, അതേപോലെ തന്നെ 3 സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വണ്ടികളുടെ കുറിച്ചുള്ള വിശേഷങ്ങളും അതിന്റെ വിവരങ്ങളും. അപ്പം ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന 5 വണ്ടികളിൽ ഒരു വണ്ടി, അതായത് 2012 സ്വിഫ്റ്റ് വണ്ടി, ആ വണ്ടിക്ക് മാത്രമേ നമ്മൾ വാറന്റി പ്രൊവൈഡ് ചെയ്യാത്തുള്ളൂ. ബാക്കി 4 വണ്ടിക്ക് നമ്മൾ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എഞ്ചിൻ, സസ്പെൻഷൻ ആൻഡ് ഗിയർ ബോക്സ് 3 കാര്യങ്ങൾക്കാണ് നമ്മൾ വാറന്റി കൊടുക്കുന്നത്. ഇനി വാറന്റിയെ കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വാറന്റിയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ആളുകളുടെയും സംശയങ്ങൾ തീരുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കാണിച്ചിട്ടുള്ള 5 വണ്ടിക്കും ഫിനാൻസ് അവൈലബിൾ ആണ്. നമുക്ക് ബാങ്കുമായിട്ട് ടൈപ്പ് ഉണ്ട് നമുക്ക് ഓൾറെഡി. അപ്പം അവരുമായിട്ട് ഏത് ബാങ്കാണോ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതൊന്നും പ്രശ്നമില്ല. 80% നമുക്ക് ലോൺ അവൈലബിൾ ആണ് എല്ലാ വണ്ടികൾക്കും. 75 to 80% എന്തായാലും നമുക്ക് കിട്ടും. ആദ്യമൊക്കെ 90%ഓളം നമുക്ക് ലോൺ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഈ COVID-19 ഒരു ഇഷ്യൂ, പ്രോബ്ലംസ് ഒക്കെ കാരണം കുറച്ച് ഫണ്ടിങ് ഫിനാൻസ് കമ്പനീസ് എല്ലാവരും കുറച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് 80% എന്ന് ഞാൻ പറയാൻ കാരണം. 80%ഓളം നമുക്ക് എന്തായാലും ലോണ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ വണ്ടിക്കും. ബാക്കിയുള്ള ഒരു എമൗണ്ട് മാത്രം ഇനീഷ്യൽ പേയ്മെന്റ് ആയിട്ട് നമ്മൾ കണ്ടാൽ മതി. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ശ്രീറാം.